നമസ്കാരം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര് ട്രാവൻകൂർ ഫൗണ്ടേഷൻ എന്നാണ്. പ്രീമിയം ആയിട്ടുള്ള സീനിയർ കെയർ ഫെസിലിറ്റിയാണ്. ശരി. നമുക്ക് റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വിദേശത്ത് ആയിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ അച്ഛനെയും അമ്മയും നിങ്ങൾ സൂക്ഷിക്കുന്നു. അതെ അതെ, അവർക്ക് കെയർ കൊടുക്കുന്നു. അതെ, അതാണ് നിങ്ങളുടെ. അതെവിടെയാണ് ഇതിൻ്റെ ഇത്? എത്ര സ്ഥാപനമുണ്ട് കേരളത്തിൽ മൊത്തം? നമുക്ക് കറൻ്റ്ലി 3 പ്രോജക്ട്സ് ആണ് ഓൺഗോയിങ് ആയിട്ടുള്ളത്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ കറുകച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പിന്നെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പ്രോപ്പർ നോർത്തിലും അതുപോലെ തന്നെ കോലഞ്ചേരിയിലുമാണ് കറൻ്റ്ലി പ്രോജക്ട്സ് ഉള്ളത്. ഇനിയിപ്പം അപ്കമിങ് ആയിട്ട് വരുന്നത് കോട്ടയത്ത് തന്നെ മൂനുപള്ളിയിലുണ്ട്, പിന്നെ പത്തനംതിട്ട സൈഡാണ് വരുന്നത്. ഇതൊരു 5 സ്റ്റാർ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റ് ചെയ്യും? ഓക്കെ, അല്ല നിങ്ങളെങ്ങനെ റേറ്റ് ചെയ്യുന്നത്? ഇത് വളരെ പ്രീമിയം ഫെസിലിറ്റിയാണ്. അവർക്ക് തീരെ വയ്യാത്തവരെയാണോ അതോ ആരോഗ്യമുള്ളവർ തന്നെയാണോ നിങ്ങൾ? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവരും ഉണ്ട്, അതേസമയം പാർഷ്യൽ അസിസ്റ്റൻസ് വേണ്ടിയവരുണ്ട്, കംപ്ലീറ്റ് 24 hours കെയർ വേണ്ടിയവരുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും മെനു അനുസരിച്ചുള്ള ഫുഡ് അങ്ങനെ ഉണ്ടോ? അതെ, കസ്റ്റമൈസ്ഡ് ആണ്. ഓരോരുത്തരുടെയും കെയർ അവർക്ക് വേണ്ടി ടൈലേർഡ് ആണ്. അവരുടെ എൻ്റർടൈൻമെൻറ്റ്സിനെ നിങ്ങൾ പിന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ, മദ്യം അതുപോലുള്ള കാര്യങ്ങളില്ല, ബാക്കി അവർക്ക് വേണ്ടതെല്ലാം ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇവരുടെ മക്കളെ വന്നു കഴിഞ്ഞാൽ അവർക്കവിടെ താമസിക്കാൻ ഗസ്റ്റ് റൂംസ് ഉണ്ട്, അവരോടൊപ്പം താമസിക്കാം അല്ലേ? അപ്പോൾ അവർക്ക് എത്ര ദിവസം വേണം താമസിക്കാൻ? നേരത്തെ ബുക്ക് ചെയ്യണോ? നേരത്തെ ബുക്ക് ചെയ്ത് അവർക്ക് കൂടെ താമസിക്കാം. അവർക്ക് അവരെ ടൂർ കൊണ്ടുപോകുക അങ്ങനെയുള്ള പരിപാടികളുണ്ടോ ഏതെങ്കിലും സ്ഥലത്തേക്ക്? തീർച്ചയായും. മക്കൾ വെളിയിൽ നിന്ന് വരുന്ന സമയം തൊട്ട് തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യുന്നു, ഇവിടെ ഗസ്റ്റ് റൂമിലേക്ക് താമസിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇവിടുന്ന് യാത്രകൾ പോകാനായിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും. അത് ഞാൻ ചോദിക്കുന്നത്, ഈ പ്രായമുള്ള ആൾക്കാരെ എല്ലാം കൂടെ, ഓൾഡ് ഏജ് ആൾക്കാരെ എല്ലാവരും കൂടെ ചേർത്ത് നിങ്ങൾ ഒന്നിച്ച് ഒരു ടൂർ അങ്ങനെ ഒന്ന പരിപാടി അതുകൊണ്ട് ഉണ്ടല്ലേ? വേറെ എന്താ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്? എന്തിനാണ് ഈ ഓൾഡ് ഏജ് ആൾക്കാർ നിങ്ങളുടെ അടുക്കിലേക്ക് വരണം നിങ്ങൾ പറയാൻ കാരണം എന്ത്? നമ്മൾ ഇനീഷ്യലി ഒരു എൻക്വയറി വരുമ്പോൾ തന്നെ അവർ എന്തുകൊണ്ടാണ് ഒരു സീനിയർ കെയർ ഫെസിലിറ്റി നോക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യലി നോക്കുന്നത്. അതനുസരിച്ചിട്ടാണ് അവരുടെ മുന്നോട്ടുള്ള എല്ലാ കെയറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണ്, അങ്ങനെയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫുഡ് മെനു അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡോക്ടർ അവിടെ തന്നെ ഉണ്ടല്ലേ? നമുക്ക് ഓൺ കോൾ ആണ് ഡോക്ടേഴ്സ് വരുന്നത്. പിന്നെ വൺസ് ഇൻ എ വീക്ക് ഡോക്ടേഴ്സിൻ്റെ ഒരു ടീം നമ്മുടെ ഓർഗനൈസേഷനിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഹെൽത്തിൽ എന്തെങ്കിലും ഒരു ഡിറ്റോറിയേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ടൈമിൽ റിവ്യൂ ചെയ്യാൻ പറ്റും. എമർജൻസി എന്തെങ്കിലും ഓർഗനൈസേഷനിൽ നിൽക്കുന്ന ടൈമിൽ വരുവാണ്, അങ്ങനെ വന്നാൽ ഇൻ ഹൗസ് ആംബുലൻസ് ഉണ്ട്, ആംബുലൻസ് സർവീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യാറ്. അതേസമയം തന്നെ സോഷ്യൽ വർക്കേഴ്സ് നമുക്കുണ്ട്. അവർ ഫാമിലിക്ക് കമ്മ്യൂണിക്കേറ്റും ചെയ്യും. ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ആയത് കാരണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ സ്റ്റാഫ് കൂടെ സ്റ്റേ ചെയ്യുകയും ചെയ്യും. അഡ്മിറ്റ് ആയ ഒരു 10 days ആണെങ്കിൽ അല്ലെങ്കിൽ 5 days ആയിക്കോട്ടെ, നമ്മുടെ സ്റ്റാഫ് തന്നെ കൂടെ നിന്ന് വൺസ് ദേ ആർ ഓക്കെ അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് വരുമ്പോൾ പിന്നെ അതനുസരിച്ചിട്ട് പിന്നെയും കസ്റ്റമൈസ് ചെയ്താണ് കെയർ എല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെ ഫെസിലിറ്റികളാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്കിവിടെ ഇപ്പം കറുകച്ചാലിൽ നോക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് പ്യൂർലി ആൻഡ് അസിസ്റ്റഡ് ലിവിങ് ഫെസിലിറ്റി. ഏജ് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഒരു അസിസ്റ്റൻസ് വേണ്ടിയവരാണ് അവിടെ കൂടുതലും ആൾക്കാർ. ആവറേജ് ഏജ് നോക്കുവാണെങ്കിൽ ഒരു 70 വയസ്സിനും 85 വയസ്സിനും ഇടയിലാണ്. അപ്പം അവർ ബേസിക്കലി മോർണിംഗ് 1 hour ഒരു ഡിവോഷണൽ സെഷൻ ഉണ്ട്, ഡെയിലി എക്സസൈസ് സെഷൻ, നമുക്കൊരു റീഹാബിൻ്റെ ടീമുണ്ട്, ഡെയിലി അവർക്ക് എക്സസൈസ് സെഷൻ ഉണ്ട്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. മെമ്മറി ഇഷ്യൂസ് ഉള്ളവരെല്ലാം കോമൺ ഒരു സ്പേസിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കും. ഇനിയിപ്പോൾ അങ്ങനെ സോഷ്യലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള റെസിഡൻസ് ആണെങ്കിൽ നമ്മൾ റൂം ബൗണ്ട് ആയിട്ട് ആക്ടിവിറ്റീസ് കൊടുക്കും. ആക്ടിവിറ്റി കോർഡിനേറ്റേഴ്സ് നമുക്ക് ഇൻ ഹൗസ് തന്നെ ഉണ്ട്. പിന്നെ ഈവനിങ്ങിൽ ഒരു 1 hour ഗാർഡൻ ക്ലബ്സ് ഉണ്ട്, മ്യൂസിക് ക്ലബ് ഉണ്ട്, ബി പോസിറ്റീവ് ക്ലബ്സ്, അങ്ങനെയുള്ള ക്ലബ്സ് എല്ലാം കൊണ്ട് അവർ ഒരു ദിവസം എൻഗേജ് ആക്കി തന്നെയാണ് നമ്മൾ അവിടെ. നമ്മളിപ്പോൾ സാധാരണക്കാരുടെ ഈ പെൻഷൻ പറ്റിയ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഒരു ആലിൻ്റെ ചുവട്ടിൽ വന്ന് എല്ലാവരും കൂടി വൈകുന്നേരം സ്വറ പറഞ്ഞു പോവുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഈ മലയാളിക്കുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ? ശരിയായിട്ടും എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് വർത്താനം പറയാനും തമാശ പറയാനും ഒക്കെ ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പോൾ ഗാർഡൻ ക്ലബ്ബ് എന്നുള്ളൊരു തിങ് വരുമ്പോൾ കോമൺ ആയിട്ട് നമ്മുടെ റെസിഡൻസ് എല്ലാവരും വരാണ്. അതേപോലെ റാഹിൽ ഹോംസ് എന്നാണ് നമ്മുടെ എറണാകുളത്തുള്ള പ്രൊജക്റ്റിൻ്റെ പേര്. അവിടെ എന്ന് പറയുമ്പോൾ 80% ഓപ്പൺ സ്പേസ് ആണ്. ആക്റ്റീവ് ആയിട്ടുള്ള റെസിഡൻസ് ആണ് എല്ലാവരും തന്നെ. ആക്സസ് ടു സ്വിമ്മിംഗ് പൂൾ, ജിം ഫെസിലിറ്റി, പിന്നെ 80% ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് വാക്കിങ്ങിന് പോകാനായിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് അവർക്ക് ഇരുന്ന് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജിം അങ്ങനെയുള്ള സ്വിമ്മിംഗ് പൂൾ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടോ? ഉണ്ട്. നമ്മുടെ എറണാകുളത്തെ പ്രൊജക്റ്റിലുണ്ട് സ്വിമ്മിംഗ് പൂളും ഉണ്ട്, ജിം ഫെസിലിറ്റി. ശരി, അതൊക്കെ നല്ല കാര്യം. കാരണം നമ്മുടെ ഈ ശരിയായിട്ടും ഇത് ഒരു മലയാളികൾക്ക് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ആവശ്യം വരുന്ന സംഭവമാണ്. കാരണം മക്കളൊക്കെ എല്ലാവരും വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വസ്തു വിറ്റിട്ട് ആ വീട് മാത്രം ഇരുന്ന് ബാക്കി എല്ലാ സ്ഥലവും വിട്ടിട്ടാണ് പോകുന്നത്. പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് അമ്മയും അച്ഛനെയും കൊണ്ടുപോകാന്നുള്ളതാണ് പരിപാടി. പക്ഷെ അതൊക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്, ഗൾഫിലുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ
അവരുടെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അവർക്ക് എല്ലാ ഫെസിലിറ്റികളും ഉണ്ട്. അപ്പോൾ അതിന് അവിടെ പേയ്മെൻ്റ് ഉണ്ട്, അതിന് പ്രീമിയം ഫെസിലിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ആ മന്ത്ലി ആണോ, നിങ്ങൾ അങ്ങനെ മന്ത്ലി എമൗണ്ട് ആണോ അതോ ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ തരുവാണോ നേരത്തെ ചെയ്യുന്നത്? ഡെപ്പോസിറ്റ് ഉണ്ട്, പിന്നെ മന്ത്ലി ചാർജസ് ഉണ്ട്. മന്ത്ലി ചാർജസ് ഓരോരുത്തരും വേരി ചെയ്യും. ഇപ്പോൾ അവർക്ക് എക്സ്ട്രാ ഈ നിങ്ങൾ കൊടുക്കുന്നതല്ലാതെ എക്സ്ട്രാ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് ബില്ല് കൊടുക്കും, പ്രത്യേക ബില്ല് ചെയ്യും. പേഴ്സണൽ എക്സ്പെൻസ് എല്ലാം ലൈക്ക് അഡീഷണൽ സർവീസ് നിങ്ങളുടേതായിട്ടുള്ള ഒരു മെനു ഉണ്ട്, ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് നിങ്ങൾ എക്സ്ട്രാ ബില്ല് ചെയ്യും. അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തായിരിക്കും ഓരോ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കെയറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഫുഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഈവൻ നമ്മുടെ റൂമിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ ബെഡ് റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യും. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ബെഡ് വരെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫുള്ളി കസ്റ്റമൈസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഈ പ്രവാസികളുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ അവരെ ആരെങ്കിലും ആക്രമിക്കുമോ? ഇതൊക്കെ സ്വർണ്ണത്തിനൊക്കെ വിലയാണ്. ഒരു പവനേ ഉള്ളെങ്കിൽ അത് വലിച്ചു പറിച്ചുകൊണ്ട് പോകാനായിട്ട് ആൾക്കാരെത്തും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പ്രവാസികൾക്ക് ഒരു സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇത് വെച്ചിട്ട് ആരെയും കൊണ്ടൊന്ന് ബലമായിട്ട് അച്ഛനെയും അമ്മയും കൊണ്ട് ഇടരുത്. അവർക്ക് പൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിൽ സമാധാനം ഞങ്ങളവിടെ പോയി ജീവിച്ചോളാം എന്ന് അവർ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവരുടെ നമ്പറൊക്കെ ഞങ്ങൾ താഴെ കൊടുത്തിരിക്കാം. അവരെ കോൺടാക്ട് ചെയ്യേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവിധ ആശംസകളും. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.